അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അർബഊന ഹദീസ് സബക്ക് 12. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, മൻ ഒരുത്തൻ റആ ഹയ്യത്തൻ, പാമ്പിനെ കണ്ടാൽ, വലം യഖ്തുൽഹ, അതിനവൻ കൊന്നിട്ടുമില്ല, എന്നാൽ ഫലൈസ മിന്നാ, അവൻ നമ്മിൽ പെട്ടവനല്ല എന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാമ്പ് വരുമ്പോൾ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പാമ്പ് കൊലത്തിൽ ജിന്ന് വരെ വരാലോ, അതുകൊണ്ട് 3 പ്രാവശ്യം നിങ്ങൾ ഉഖ്റുജ് 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 എന്ന് പറയണം. അത് പറഞ്ഞ് ജിന്നൊക്കെ ആണെങ്കിൽ എന്തായിക്കോളും, അത് പോയിക്കോളും. അല്ലെങ്കിൽ വല്ല ഉപദ്രവമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാമ്പിനെ കൊല്ലാമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടുത്ത ഹദീസ്, ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, മൻ ഒരുത്തൻ ഖതല ഹയ്യത്തൻ, പാമ്പിനെ കൊന്നാൽ ഫകഅന്നമ ഖതല കാഫിറൻ, ഒരു കാഫിറിനെ കൊന്നതുപോലെയാണെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസിൻ്റെ ദുഅഫും മറ്റൊക്കെ നമ്മൾ നോക്കണം. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ഔഹല്ലാഹു സുബ്ഹാനഹു വതആല, അല്ലാഹു സുബ്ഹാനഹു വതആല സന്ദേശം അറിയിച്ചു, വഹി നൽകി, ആരിലേക്ക്? ഹിലാ മൂസ ബിൻ ഇമ്രാൻ, ഇമ്രാൻ്റെ മകനായ മൂസ നബി അലൈഹി സ്വലാമിലേക്ക് അല്ലാഹു വഹി നൽകി സന്ദേശം അറിയിച്ചു. എന്ത്? യാ മൂസ, ഏ മൂസേ, മാതാ ഫഅൽത, താങ്കൾ എന്താണ് ചെയ്തത്? ലി, എനിക്ക് വേണ്ടി, വലി അജ്ലി, എൻ്റെ ആവശ്യത്തിന് വേണ്ടി, എനിക്ക് വേണ്ടി താങ്കൾ എന്താ ചെയ്തത് ചോദിച്ചു. അപ്പോൾ കാല മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞു, സ്വല്ലൈതുലക്ക, നിനക്ക് വേണ്ടി ഞാൻ നിസ്കരിച്ചു, വസുംതുലക്ക, നിനക്ക് വേണ്ടി ഞാൻ നോമ്പ് നോറ്റു, വസബ്ബഹ്തുലക്ക, നിനക്ക് വേണ്ടി ഞാൻ തസ്ബീഹ് ചൊല്ലി എന്ന് പറഞ്ഞു. അപ്പോൾ കാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ മൂസ, ഹേ മൂസേ, അസ്സലാത്തു ജവാദുൻ അല സിറാത്ത്, നിസ്കാരം സിറാത്ത് പാലം വിട്ട് കടക്കുന്നതാണ്. വസ്സൗമു, നോമ്പോ ജുന്നത്തും മിനന്നാർ, നരകത്തെ തൊട്ടൊരു പരിചയമാണെന്ത്? നോമ്പ്. തസ്ബീഹു ദറജാത്തും ഫിൽ ജന്ന, തസ്ബീഹോ സ്വർഗത്തിൽ പദവി കൂടാനുള്ള കാരണമാണ് തസ്ബീഹ് ചൊല്ലൽ. ഇതൊന്നല്ല അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ച് മൂസ നബി അലൈഹി സ്വലാമിൻ്റെ മറുപടിയിൽ നിന്ന്. യാ മൂസ, ഏ മൂസേ, അൽ അമൽത അമലൻ സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ, സ്വാലിഹായ പ്രവർത്തനങ്ങൾ, സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഫബക്ക മൂസ അലൈഹി സ്വലാം, മൂസ നബി അലൈഹി സ്വലാം കരഞ്ഞു. ബുക്കാഅൻ ശദീദൻ, ശക്തമായ കരച്ചിൽ. മൂസ നബി അലൈഹി സ്വലാം കരഞ്ഞുപോയി. അപ്പം നാദാ റബ്ബഹു, എന്നിട്ട് മൂസ നബി അലൈഹി സ്വലാം തൻ്റെ രക്ഷിതാവിനോട് പറഞ്ഞു, വിളിച്ചു, യാ റബ്ബി, എൻ്റെ റബ്ബേ, ദുല്ലനീ, എനിക്കറിയിച്ചുകൊണ്ട്, അല അമലിൻ സ്വാലിൻ, ഒരു സ്വാലിൻ അമൽ, ഒരു സൽക്കർമ്മത്തെ എനിക്കിനി അറിയിച്ചു കൊണ്ടാന്ന് പറഞ്ഞു. ഒരു സ്വാലിഹായ അമലിനെ അറിയിച്ചു കൊണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ കാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ മൂസ, ഏ മൂസേ, അൽ അസ്ബഅത, നീ വയറ് നിറപ്പിച്ചിട്ടുണ്ടോ? ജാഇയൻ, വിശന്നവനിക്ക്, വിശന്നവനെ നീ ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? വയറിറപ്പിച്ചിട്ടുണ്ടോ? സഖൈത്ത, നീ കുടിപ്പിച്ചിട്ടുണ്ടോ? അത്ശാനൻ, ദാഹിച്ചവനിക്ക്, ദാഹമുള്ളവനിക്ക് നീ വെള്ളം കൊടുത്ത് ദാഹം അകറ്റിയിട്ടുണ്ടോ? കസൗത്ത, നീ ധരിപ്പിച്ചിട്ടുണ്ടോ? ഉരിയാനൻ, നഗ്നന്മാർക്ക്, വസ്ത്രമില്ലാത്തവരെ നഗ്നന്മാർക്ക് നീ വസ്ത്രം ധരിപ്പിച്ചിട്ടുണ്ടോ? വനസർത്ത, നീ സഹായിച്ചിട്ടുണ്ടോ? മദ്ലൂമൻ, ആക്രമിക്കപ്പെട്ടവനെ നീ സഹായിച്ചിട്ടുണ്ടോ? അക്രംത, നീ ആദരിച്ചിട്ടുണ്ടോ? ആലിമൻ, പണ്ഡിതനെ നീ ആദരിച്ചിട്ടുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ഫഹാദ അമലുൻ സ്വാലിഹൻ, ഇതാണ് സ്വാലിഹായ പ്രവർത്തനങ്ങൾ. ഇൻഷാ അല്ലാഹ് ഉടൻ കെട്ട ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.